ഹസ്തിനപുരം വ്യാസരചിതമായ മഹാഭാരതത്തിന്റെ പൃഷ്ഠഭൂമി. ഹസ്തിനപുരിയിൽ പാണ്ഡവർ ആരാധിച്ചിരുന്ന ശിവക്ഷേത്രമാണിത്. പാണ്ഡവരുടെ കൊട്ടാരങ്ങളുണ്ടായിരുന്ന പാണ്ഡവക്കാട്ടില, വിതുരൻ താമസിച്ചിരുന്ന വിതുർക്കാട്ടില, വിതുരൻ നട്ടുവളർത്തിയ 5000-ലധികം വർഷം പഴക്കമുള്ള ആൽമരം, ഈ യാത്ര ഹസ്തിനപുരിയിലേക്കാണ്. സിദ്ധബലി ഹനുമാൻ ക്ഷേത്രം കണ്ടതിനു ശേഷം ഗഡ്വാൾ ഹിമാലയത്തിൽ ഖോ നദിക്കരയിലെ ദുർഗാദേവിയുടെ ഗുഹാക്ഷേത്ര ദർശനവും കഴിഞ്ഞുള്ള മടക്കമാണ്. നിറയെ വൻ വൃക്ഷങ്ങളുള്ള ഭാഗമാണിത്. നല്ല രസകരമായ യാത്ര. മലയിറങ്ങിയെത്തുന്നത് കോട്ട്ദ്വാറിലേക്കാണ്. അതിർത്തി മുതൽ ഗോതമ്പ് പാടങ്ങളാണ് റോഡിനിരുവശവും. ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗംഗാ കനാൽ ബാരേജായി. ഇവിടെ നിന്നും വീണ്ടും ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പർ ഗംഗാ കനാൽ തുടങ്ങുകയായി. വിജനമായ വഴിയാണ്. നദിയിൽ നിന്നും മണൽ കോരിയിട്ടിരിക്കുന്നതിന്റെ നടുവിലൂടെയാണ് റോഡ്. പുതിയതായി റീടാറിംഗ് കഴിഞ്ഞിട്ടേയുള്ളൂ. നല്ല റോഡാണ്. ഇനി ഇതിലൂടെ 20-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹസ്തിനപുരിയിലെത്താം. എന്റെ ഭാഗ്യത്തിന് മയിൽ ശരീരത്തിൽ ഇടിച്ചില്ല. സന്ധ്യയോടടുത്ത് ഹസ്തിനപുരിയിലെ വിതുർക്കാട്ടില എന്ന സ്ഥലത്തെ ഒരു ആശ്രമത്തിലാണ് എത്തിയിരിക്കുന്നത്. ദ്വാപരയുഗത്തിൽ ഹസ്തിനപുരിയിലെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അനുജനും മന്ത്രിയും ഉപദേശകനുമായിരുന്ന വിതുരൻ എന്ന മഹാജ്ഞാനി താമസിച്ചിരുന്നത് ഈ സ്ഥലത്ത് ഒരു ചെറിയ ഭവനത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ എൻ്റെ താമസം ഇവിടെയാണ്. അസമയത്ത് കയറി വന്ന ഒരു അതിഥിയാണ് ഞാൻ. ഇതാണ് സുശീൽ കുമാർ, സുശീൽ ജി. ജി എന്ന് ചേർത്ത് വിളിക്കുന്നത് ഉത്തരേന്ത്യയിൽ ബഹുമാന സൂചകമായാണ്. ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് സുശീൽ ജി. ഇവിടെ ഈ ആശ്രമത്തിൽ 4 പേരുണ്ട്, ഞാനടക്കം. ഗുരുജി എന്ന് വിളിക്കുന്ന ഒരു സന്യാസി വര്യൻ, സുശീൽ ജി, സന്ദീപ്, പിന്നെ ഞാനും. ഭക്ഷണശേഷം വളരെ നേരം സംസാരിച്ച് വൈകിയാണ് ഉറങ്ങിയത്. ചിലരുമായി നമ്മൾ പെട്ടെന്ന് തന്നെ അടുക്കും. ഏതോ ഒരു അദൃശ്യമായ മുൻപരിചയം അനുഭവപ്പെടും. താമസിക്കാനായി ഒരു സ്ഥലം അന്വേഷിച്ച് വഴിയിൽ കറങ്ങവെയാണ് സുശീൽജിയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം നേരെ ഈ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു പ്രശസ്ത പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറാണ്. ഇടയ്ക്ക് ഇവിടെ വന്ന് ഗുരുജിയോടൊപ്പം താമസിച്ച് അദ്ദേഹത്തെ പരിചരിക്കുന്നു. സന്ദീപ് ഒരു ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവും ആധ്യാത്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ ആശ്ചര്യജനകമാണ്. വിവാഹം കഴിക്കാതെ സന്യാസത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. അതിനായി പല ആശ്രമങ്ങളും കറങ്ങി അവസാനം ഇവിടെ എത്തിപ്പെട്ടതാണ്. ഇത് ഗുരുജിയുടെ ഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങളാണ്.
ഒരു സന്യാസിയെ ഇരുത്തിയാണ് മറവ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയതും ഇതിനടുത്ത് തന്നെ ആയിരുന്നു. ഇതുപോലെ അനേകം സന്യാസിവര്യന്മാരുടെ സമാധി സ്ഥലങ്ങളാണ് ഈ പ്രദേശത്തിന് ചുറ്റും. ദ്വാപരയുഗത്തിന് ശേഷം കൊടുങ്കാടായിരുന്ന ഇവിടെ ധാരാളം സന്യാസിമാർ വന്ന് തപസ്സനുഷ്ഠിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് രാംഗിരി എന്ന ഗുരുജിയും സന്ദീപും. ആശ്രമത്തിനടുത്തെ ഒരു ഗ്രാമീണ ബാലനാണിത്. മുത്തച്ഛനോടൊപ്പം എത്തിയതാണ്. ഈ പ്രദേശത്ത് ധാരാളം കുരങ്ങന്മാരുണ്ട്. ഒരു ഭയവും കൂടാതെ അവ കൂട്ടം കൂട്ടമായി കറങ്ങി നടക്കുന്നു. ഈ കോമ്പൗണ്ടിന്റെ ഒരു മൂലയിൽ ഒരു കെട്ടിടം കാണാനുണ്ട്. അവിടേക്കാണ് പോകുന്നത്. ഇവിടെ മണ്ണിനടിയിൽ ഒരു ഗുഹയുണ്ട്. ഇവിടെയാണ് ആനന്ദ്ഗിരി എന്ന ഈ ആശ്രമത്തിലെ ആദ്യത്തെ സന്യാസി വര്യൻ തപസ് ചെയ്തിരുന്നത്. പാറയുടെ വിടവുകൾ സിമന്റ് ചെയ്ത് ഇന്നിതിനെ ഒരു മുറി പോലെ ആക്കിയിരിക്കുന്നു. ഇതൊരു ദത്താത്രേയ ക്ഷേത്രമാണ്. ചുറ്റും പല സന്യാസിമാരുടെയും സമാധികളാണ്. ഇന്നതൊക്കെ തറ കെട്ടി മേൽക്കൂര പണിത് വെച്ചിരിക്കുന്നു. ഈ സ്ഥലത്ത് ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ ധാരാളം സന്യാസിമാർ വസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ കാണുന്ന മണ്ഡപത്തിനകത്തും 2 സമാധികളുണ്ട്. അവസാനം സമാധിയായ ആളെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ മണ്ഡപം പണിതിട്ടില്ല. ഇതിവിടത്തെ ഒരു ധർമ്മശാലയാണ്. ആർക്കും വന്ന് താമസിക്കാം. കൂടുതലും സന്യാസിമാരാണ് വന്ന് താമസിക്കുന്നത്. മഴക്കാലത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ധാരാളം പേർ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. ഈ ഭാഗം മുഴുവൻ ഉയർന്ന് കുന്നുകൾ തന്നെയാണ്. നിറയെ ചെറുതും വലുതുമായ മരങ്ങൾ നിറഞ്ഞ കാടാണിവിടെ. നിറയെ കുരങ്ങന്മാരുണ്ട് കാട്ടിൽ. ഇതാണ് ഭൈരവരൂപിയായ ശിവൻ, നായ്ക്കളോടൊപ്പം ഊരു ചുറ്റുന്നവൻ. ഈ കാണുന്ന ആൽമരം 5000 വർഷങ്ങൾക്ക് മുൻപ് വിതുരൻ നട്ടുവളർത്തിയതാണെന്ന് കരുതപ്പെടുന്നു. ധാരാളം വേരുകൾ താഴേക്ക് ഇറങ്ങി പടർന്നു പന്തലിച്ച് ഇന്നത് പഴയകാല സ്മരണകൾ ഉണർത്തി നിലകൊള്ളുന്നു. ഇവിടെ കുറെ സന്യാസിമാർ താമസിക്കുന്നുണ്ട്. ഭീംസിംഗ് എന്ന ഒരാളുടെ ട്രസ്റ്റാണ് ഈ കെട്ടിടങ്ങൾ പണിത് കൊടുത്തിരിക്കുന്നത്. ഈ സന്യാസിമാർ ഇവിടെ താമസിച്ച് പൂജകളും ഹോമങ്ങളും നടത്തി ജീവിക്കുന്നു. തന്റെ ജോലികൾക്കിടയിൽ ലീവ് എടുത്ത് ഇവരോടൊത്ത് താമസിക്കുന്ന സുശീൽജി എനിക്കൊരു അത്ഭുതമാണ്.
മുകേഷ് ഖന്ന, അമിതാഭ് ബച്ചൻ തുടങ്ങി പല പ്രശസ്തരുടെയും ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത ആളാണ് സുശീൽ ജി. ഇതാണിവിടുത്തെ ഹോമകുണ്ഡവും പ്രതിഷ്ഠയും. जो है ये विदुर जी का स्थान है जहाँ आप खड़े हो इस वक्त. जी जी. अच्छा, विदुर जी ने यहाँ तपस्या की थी जो कि कौरव पांडव के परिवार से थे. जी जी. अच्छा. വിദുരൻ ഇവിടെ താമസിച്ച് തപസ് ചെയ്തിരുന്നു എന്നാണ് ഈ സന്യാസി വര്യൻ പറയുന്നത്. ആനന്ദ്ഗിരി എന്ന ഇവരുടെ പൂർവിക ഗുരു കടിപ്പത്തർ എന്ന സ്ഥലത്ത് തപസ് ചെയ്ത് ദുർഗയെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ ദുർഗാക്ഷേത്രം പിന്നീട് ഒരു ഭക്തൻ പണിതതാണ്. ഇതൊരു ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ വയൽ പോലെ പരന്നു കിടക്കുന്ന ഭാഗത്താണ് പണ്ട് ഗംഗ ഒഴുകിയിരുന്നത്. ഇവിടെ ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു പഴയ കിണറുണ്ട്. കിണറിൽ വെള്ളവുമുണ്ട്. ഉത്ഖനനത്തിലാണ് ഇത് കണ്ടെടുക്കപ്പെട്ടത്. ഒന്ന് കറങ്ങിയതിനു ശേഷം വീണ്ടും ആശ്രമത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആശ്രമത്തിന്റെ മുൻഭാഗത്ത് ഒരു അത്തിമരമുണ്ട്. നിറയെ വേരുകൾ വളർന്ന് മരത്തിന്റെ പ്രധാന തടികളിൽ തന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ആരോ ചെയ്തു വച്ചിരിക്കുന്നത് പോലെയുണ്ട്. പല ചില്ലകളിലേക്കും അങ്ങനെ വേരുകൾ പടർന്നു പോകുന്നു. അനേകം ചെറുവേരുകളും തടിയുടെ ഉള്ളിലേക്ക് ഇറുകി പിടിച്ചിരിക്കുന്നു. പലതരം ആകൃതികൾ ഇതിൽ കാണപ്പെടുന്നു. ഇത്തരം ഒരു മരം ഞാൻ ആദ്യമായാണ് കാണുന്നത്. പണ്ടിവിടെ ജടാധാരിയായ ഒരു സന്യാസി ഉണ്ടായിരുന്നു അത്രേ. സമാധിയായ അദ്ദേഹം പുനർജനിച്ചതായിരിക്കാം ഈ അത്തിമരമെന്നാണ് സുശീൽജിയുടെ അഭിപ്രായം. ചില നേരത്ത് കുരങ്ങന്മാർ മുഴുവൻ ഇതിനു മുകളിലാണ്. പാകമായ അത്തിപ്പഴം കഴിച്ച അവ ഇതിനു മുകളിൽ തന്നെ ഉറങ്ങുന്നതും കാണാം. പുറത്തിറങ്ങി ഈ കാണുന്ന പുല്ല് നിറഞ്ഞ പാടസമാനമായ സ്ഥലത്ത് വന്നതാണ്. ഇതിലൂടെയായിരുന്നു പണ്ട് ഗംഗ ഒഴുകിയിരുന്നത്. ഇന്നത് 9 കിലോമീറ്ററിനപ്പുറത്തേക്ക് മാറിയാണ് ഒഴുകുന്നത്. ഈ സ്ഥലത്തിന് ഇന്ന് ബൂഡി ഗംഗ എന്നാണ് പേര്, അതായത് വയസ്സിയായ ഗംഗ. അപ്പോൾ നമ്മുടെ മുമ്പിലിരുന്നിട്ടൊരു കുരങ്ങനൊരു ചെടി പൊട്ടിച്ച് ഇല പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. അതെന്താണ് സാധനം എന്നുള്ളത് അറിയാമോ? കഞ്ചാവാണ്, കഞ്ചാവ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിരോധിതമായിട്ടുള്ളതാണ്, കഞ്ചാവ് കൃഷിയും കാര്യങ്ങളൊക്കെ. ഇത് കാട്ടിലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് കഞ്ചാവ്. ഇതാരും നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല.
അപ്പം അത് കുരങ്ങന്മാർ പുല്ല് കഴിക്കും, ഈ കഞ്ചാവിൻ്റെ ഇല കഴിക്കും. ഇവിടെ സന്യാസിമാർ പൊതുവെ ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ചാവ് വലിക്കും. ഇതിനെ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് കഞ്ചാവ് വലിക്കും. അതവർ എന്താ പറയുക, ഒരു ദിനചര്യയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ഏകാന്തത കിട്ടാനും ശ്രദ്ധ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കുരങ്ങൻ എന്ത് ശ്രദ്ധ പോവാതിരിക്കാനാണെന്ന് അറിഞ്ഞോളൂ. അത് കണ്ടില്ലേ, കഴിക്കുന്നത് കണ്ടില്ലേ, കഞ്ചാവിൻ്റെ ഇല പൊട്ടിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇന്ന് എൻ്റെ ടൂർ ഗൈഡായി വന്നിരിക്കുകയാണ് സുശീൽജി. ക്യാമറ അദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഏകദേശം 80 ഏക്കർ ഏരിയയിലാണ് വിദുർക്കട്ടില എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അൻപത് മുതൽ 60 അടിയോളമുള്ള പല കുന്നുകളും ഈ സ്ഥലത്തുണ്ട്. ഈ കുന്നുകളിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൽ പല കെട്ടിടാവശിഷ്ടങ്ങളും ആയുധങ്ങളും പാത്രങ്ങളും വിഗ്രഹങ്ങളുമെല്ലാം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറെ വസ്തുക്കൾ ആഗ്ര മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരം ഗ്രാമവഴികൾ നമ്മുടെ കേരളത്തിലും ധാരാളമായി ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. വഴിയുടെ ഇടതുവശം പഴയ ഗംഗാപ്രദേശങ്ങളും വലതുവശം ഉയർന്ന മൺതിട്ടകളും അതിനു മുകളിലെ കാടുകളുമാണ്. ഇപ്പോഴെത്തിയിരിക്കുന്നത് ഈ ഗ്രാമത്തിന്റെ കുലദൈവ ക്ഷേത്രമായ ശനിദേവ മന്ദിരത്തിലാണ്. ഞാൻ വന്ന അപ്പർ ഗംഗ കനാലിലേക്കാണ് ഈ വഴി ചെന്നെത്തുന്നത്. കനാലിന് അരികിലൂടെ പോകുമ്പോൾ പല ഗ്രാമങ്ങളും കാണാനുണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. അതിനാൽ പ്രത്യേക പൂജകളും അന്നദാനവും ഒക്കെയുണ്ട്. ഗ്രാമവാസികളെല്ലാം തന്നെ ഇന്നിവിടെ ഒത്തുചേരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു വഴിപാട് എന്ന നിലയിലാണ് ഈ അന്നദാനം നടത്തുന്നത്. മനുഷ്യന്റെ പരിമിതികളെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് വിശ്വാസം പകർന്നു തരുന്നു. എന്തും തരണം ചെയ്യാനുള്ള മനസ്സിന്റെ ധൈര്യം വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്നു. പല സന്ദർഭങ്ങളിലും നിസ്സഹായനായി ഇനി എന്ത് എന്ന അവസ്ഥയിൽ നിരീശ്വരവാദികൾ പോലും അരൂപിയായ ആ ശക്തിയെ അന്വേഷിച്ചിറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതൊരു ഹനുമാൻ പ്രതിഷ്ഠയാണ്. ഹനുമാന് ഓറഞ്ച് നിറമാണ് എല്ലായിടത്തും. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം പാചകം ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. ഇടയ്ക്ക് എപ്പോഴോ വന്നുഭവിച്ച ഒരു പ്രവണതയാണ് തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളും.
तक आता है। എല്ലാം ബ്രഹ്മം തന്നെ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംസ്കാരത്തിൽ എങ്ങനെയാണ് ഈ ഒരു പതിത്വം വന്നു ഭവിച്ചതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. കണ്ണെത്താ ദൂരത്തോളം കൃഷിസ്ഥലമാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ പാടത്തിനു നടുവിൽ ഒരു ചെറിയ ക്ഷേത്രം കാണാനുണ്ട്. ടൈൽസൊക്കെ പാകിയ മുറ്റത്ത് ഒരു കുഴൽക്കിണറോടുകൂടിയ ക്ഷേത്രാങ്കണം. ഇവിടെ വളരെ കുറച്ചുപേരെ മാത്രമേ കാണാനുള്ളൂ. ഈ ക്ഷേത്രാങ്കണത്തിനു ചുറ്റും കൃഷിസ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു അരികിലായി ഒരു കുളം കാണാനുണ്ട്. മഹാഭാരത് കാലീൻ ദ്രൗപദി ഘാട്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നു. പണ്ട് ഗംഗാനദീ തീരത്ത് ഈ സ്ഥലത്തായിരുന്നു ദ്രൗപദിയും തോഴിമാരും സ്നാനത്തിനായി എത്തിയിരുന്നത്. ഇന്ന് ഗംഗയില്ല ഇവിടെ. പകരം ഈ പടവുകൾ കെട്ടി ഒരു കുളമായി സംരക്ഷിച്ചിരിക്കുന്നു. ഈ കുളത്തിനരികിൽ ഗംഗയിലെ ജലം ഒരു കനാൽ വഴി എത്തുന്നുണ്ട്. ഈ പാടങ്ങളിലെ കൃഷിക്കായി എത്തിക്കുന്ന ജലമാണത്. പാഞ്ചാലത്തിലെ ദ്രുപദ മഹാരാജാവിന്റെ മകളായ പാഞ്ചാലി എന്നറിയപ്പെടുന്ന ദ്രൗപദി യാഗാഗ്നിയിൽ നിന്നും കന്യകയായി തന്നെ ഉയർന്നു വന്ന യജ്ഞസേന. കറുത്ത നിറമുള്ളവളായതിനാൽ കൃഷ്ണ എന്നാണ് രാജാവ് മകൾക്ക് പേരിട്ടത്. ത്രേതായുഗാരംഭത്തിൽ വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സു ചെയ്ത ഒരു സ്ത്രീയായിരുന്നു വേദവതി. രാവണൻ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ബലം പ്രയോഗിച്ച് തന്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഹോമാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത അവളാണ് വനവാസക്കാലത്ത് മായാസീതയായി അഗ്നിയിൽ നിന്നു വന്ന് വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനൊപ്പം കഴിഞ്ഞത്. അവളെയാണ് രാവണൻ അപഹരിക്കുന്നത്. യുദ്ധശേഷം അഗ്നിയെ ഏൽപ്പിച്ചിരുന്ന യഥാർത്ഥ സീത പുറത്തു വരികയും മായാസീത അഗ്നിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് ശിവനെ തപസ്സു ചെയ്ത മായാസീത 5 പ്രാവശ്യം തനിക്ക് ഭർത്താവിനെ വേണമെന്ന് അപേക്ഷിക്കുകയും 5 പേർ നിനക്ക് ഭർത്താക്കന്മാരായി ദ്വാപരയുഗത്തിൽ ലഭിക്കുമെന്ന് ശിവൻ വരം നൽകുകയും ചെയ്തു. ദ്രോണവധത്തിനായി നടത്തിയ ദ്രുപദന്റെ യാഗാഗ്നിയിൽ നിന്നാണ് പിന്നീട് അവൾ പുനർജനിക്കുന്നത്. ധൃഷ്ടദ്യുമ്നൻ എന്ന സഹോദരനൊപ്പം ജനിച്ച അവളാണ് ദ്രൗപദി. മായാസീതയെയും ദ്രൗപദിയെയും കൃത്യ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പരസ്പരം കലഹിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് കൃത്യ. കുരുവംശം മാത്രമല്ല, ക്ഷത്രിയ വംശം പോലും നശിപ്പിക്കപ്പെടാൻ അവൾ കാരണമായി മാറി. കരിമ്പും തീറ്റപ്പുല്ലും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് ഇന്ന് ഗംഗാനദി ഒഴുകിയിരുന്ന ബൂഡി ഗംഗ. ബീഹാറിൽ നിന്നുള്ളവരാണ് കൃഷിക്കാർ. ഈ കാവൽപ്പുരകളിലാണ് അവരുടെ താമസം.
വീണ്ടും ഇഷ്ടിക വിരിച്ച വഴിയിലൂടെ യാത്ര തുടരുന്നു. വളരെ സൗഹൃദഭാവമുള്ളവരാണ് ഗ്രാമവാസികൾ. ഹസ്തിനപുരിയിലെ ഗ്രാമീണരിലധികവും കൃഷിക്കാരാണ്. ഗോതമ്പ്, അരി, കരിമ്പ്, തക്കാളി, കാബേജ്, കോളിഫ്ലവർ, ജ്വാർ, വഴുതനങ്ങ ഇവയൊക്കെയാണ് പ്രധാന കൃഷി. കൃഷിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കന്നുകാലി വളർത്തൽ. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര നിർമ്മാണം ഉത്തർപ്രദേശിലാണ് നടക്കുന്നത്. 28.5 ലക്ഷം ഹെക്ടറിലാണ് കരിമ്പ് കൃഷി നടക്കുന്നത്. $2,348 ലക്ഷം ടണ്ണാണ് യുപിയിലെ മാത്രം പഞ്ചസാര ഉൽപാദനം. (2011) സെൻസസ് അനുസരിച്ച് 26,452 ആയിരുന്നു ജനസംഖ്യ. 14,010 പുരുഷന്മാരും 12,442 സ്ത്രീകളും. (74.5% സാക്ഷരതാ നിരക്ക്. ഇടയ്ക്ക് ചില കൃഷി സംസ്കരണശാലകളുമുണ്ട്. വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലം വീണ്ടും കൃഷിക്കായി ഉഴുത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മിക്ക കൃഷിക്കാരുടെ പക്കലും ചെറുതും വലുതുമായി സ്വന്തമായ ട്രാക്ടറുകളുണ്ട്. കൂടുതൽ പൈസ കയ്യിൽ വന്നാൽ കന്നുകാലികളെയും കൃഷിസ്ഥലവും വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി. ആർഭാടങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമില്ല. അതിനാൽ വലിയ വീടുകളും കാണാനില്ല. ആയിരത്തി 1950 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന BB ലാലാണ് ഇവിടെ ഹസ്തിനപുരിയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇവിടെയും ഒരു ചെറിയ ക്ഷേത്രം കാണാനുണ്ട്. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രവും കുന്തിയുടെ ആദ്യ പുത്രനുമായ സൂര്യപുത്രൻ കർണന്റെ ആരാധന സ്ഥലമായിരുന്നു ഇവിടം. ഗംഗാനദിയിൽ സ്നാനം കഴിഞ്ഞ് സൂര്യനെ വന്ദിച്ചതിനു ശേഷം ഈ സ്ഥലത്തായിരുന്നു കർണൻ ശിവനെ ആരാധിച്ചിരുന്നത്. തന്റെ മുന്നിൽ കൈനീട്ടിയെത്തുന്ന ഒരാളെയും നിരാശനാക്കാതിരുന്ന ദാനവീരനായ കർണൻ. ജനിക്കുമ്പോഴേ കവചകുണ്ടലങ്ങളോടെ വന്ന കർണന്റെ കവചത്തെ ഒരിക്കലും ഭേദിക്കാനാകില്ല എന്നറിയാമായിരുന്ന ഇന്ദ്രൻ അർജുന ജയത്തിനായി വേഷം മാറി വന്ന് ദാനമായി കർണനോട് കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ടു. തന്റെ വാക്ക് ഒരിക്കലും തെറ്റിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന കർണൻ ജീവന് തന്നെ ആപത്തുണ്ടാകുമെന്നറിയാമായിരുന്നിട്ട് കൂടി ശരീരത്തിന്റെ ഭാഗമായ കവചകുണ്ടലങ്ങളെ ഒരു സങ്കോചവും കൂടാതെ അറുത്തുകൊടുത്തു. ചെറിയ ഇഷ്ടികകൾ കൊണ്ട് പണിത ക്ഷേത്രമാണിത്. പിൽക്കാലത്ത് ആരോ പണിത ക്ഷേത്രം. ഈ കാണുന്ന ശിവലിംഗത്തെയാണ് കർണൻ ആരാധിച്ചിരുന്നത്. വില്ലാളി വീരനായ കർണന്റെ ആരാധനാമൂർത്തി.
ചായങ്ങൾ കൊണ്ട് ചിത്രപ്പണി ചെയ്ത മേൽക്കൂര, ഈ ദേവീ പ്രതിമ പിന്നീട് പ്രതിഷ്ഠിച്ചതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു. പഴയകാല സ്മരണകൾ ഉയർത്തി ശിവലിംഗം ഇന്നും നിലനിൽക്കുന്നു. പലരും ഇന്നും ആരാധന തുടരുന്നു. ക്ഷേത്രത്തിന്റെ ഈ കാണുന്ന ഭാഗം മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ചുറ്റുപാടുമുള്ള ഈ ഹാൾ അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിന്റെ പഴമയ്ക്ക് ഒട്ടും ചേരാത്ത വിധത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ. ഈ ക്ഷേത്രത്തെ ഇതിലും ഭംഗിയായി പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ നവീകരിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഒന്ന് കറങ്ങിത്തിരിഞ്ഞെത്തിയിരിക്കുന്നത് കുന്നിനു മുകളിലെ ജയന്തി മാതാ ശക്തിപീഠ് മന്ദിറിനടുത്താണ്. ഈ സ്ഥലത്തിനെ പാണ്ഡൌട്ടീല എന്നാണ് പറയുന്നത്. ശിവപത്നിയായിരുന്ന സതീദേവിയുടെ ഇടതുകാൽ ഭാഗം വീണ ഈ സ്ഥലം ഒരു ശക്തിപീഠമായി അറിയപ്പെടുന്നു. പാണ്ഡവരുടെ കുലദൈവമായിരുന്നു മാതാ ജയന്തി. ദ്രൗപദിയുടെ ശാപത്താൽ ഹസ്തിനപുര നഗരം തന്നെ ഗംഗയുടെ പ്രളയത്തിൽ കീഴ്മേൽ മറിഞ്ഞാണ് ഈ മൺകൂനകൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ഇവിടമാകെ കാടുകയറി. ഇന്നും ഈ കുന്നിൻമുകളിൽ മുഴുവൻ കാടുകളാണ്. ഈ കുന്നിനു മുകളിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോഴത്തെ യാത്ര. ഗ്രാമീണർ നടന്നു നടന്ന് ഇവിടെ ഒരു നടപ്പാതയായി രൂപപ്പെട്ടിരിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും അധീനതയിലാണ് ഈ സ്ഥലം. കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇവിടെ ചില കെട്ടിടങ്ങൾ കാണാം. ബാബ കാല കമലിവാല സ്ഥാപിച്ച ഒരാശ്രമമാണിത്. ഉത്തരേന്ത്യയിൽ പലയിടത്തും അദ്ദേഹം ഇത്തരത്തിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രാധാന്യവുമുണ്ട്. സ്വാതന്ത്ര്യ സമരം നടന്ന കാലത്ത് ഭഗത് സിംഗും കൂട്ടാളികളും ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു. കാടിന് നടുവിലായിരുന്നതിനാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്നും ഒളിച്ചിരുന്ന് പ്രവർത്തിക്കാൻ പറ്റിയ സ്ഥലമായതിനാലാണ് ഈ സ്ഥലം ഭഗത് സിംഗ് തിരഞ്ഞെടുത്തത്. കാടിനുള്ളിൽ ഈ കാണുന്ന ഭാഗത്തും ചില കെട്ടിട ഭാഗങ്ങൾ കുഴിച്ചെടുത്തവയിൽ പെടുന്നു. ഇന്നത് വീണ്ടും കാട് കയറി പോയിരിക്കുന്നു.
ചില ഭാഗങ്ങളിൽ കാടുകൾ വെട്ടിത്തെളിച്ച് ASI നടപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം പുല്ലും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ചെറിയ ഇഷ്ടികകൾ കൊണ്ട് കെട്ടിയ ഒരു കിണറുണ്ട് ഇവിടെ. അയ്യായിരം വർഷങ്ങൾക്കധികം പഴക്കമുള്ളതാണ് ഈ കിണർ. ഇതും ഖനനത്തിൽ കണ്ടെത്തിയതാണ്. ഇതിൽ വെള്ളവുമുണ്ട്. രണ്ടാൾക്കാർ ഇതിനകത്തിറങ്ങി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തായിരുന്നു ഹസ്തിനപുരിയിൽ പാണ്ഡവർ താമസിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് പാണ്ഡവക്ക ടില എന്നറിയപ്പെടുന്നത്. റോഡിനപ്പുറം ഇന്ന് ജംബുദ്വീപ് എന്ന് പേരായ സ്ഥലത്തായിരുന്നു കൗരവരുടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന കുന്നിനു മുകളിലാണ് ഇപ്പോൾ ഖനനം നടക്കുന്നത്. ഇവിടെയും ചില കെട്ടിടാവശിഷ്ടങ്ങൾ കാണാനുണ്ട്. പക്ഷേ റെസ്ട്രിക്റ്റഡ് ഭാഗമാണ്. അധികം ഉള്ളിലേക്ക് പോകാനാകില്ല. ചുറ്റും പുല്ലുകൾ വെച്ച് നനച്ചു വളർത്തുന്നുണ്ട്. സുശീൽജി ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്ത് മൺകൂനകൾക്കിടയിൽ ചില ചുടുകട്ടകൾ കൊണ്ടുള്ള ചുവരുകൾ കാണാം. അപമാനിതയായ ദ്രൗപദിയുടെ ശാപത്തിന്റെ ശക്തിയെക്കുറിച്ച് ഓർത്തു. പിന്നീടും പല ഹസ്തിനപുരങ്ങളും ഇതുപോലെ തകർന്നിട്ടുണ്ടാവണം. ശക്തിയുടെ പ്രതിരൂപമായ സ്ത്രീ. പക്ഷെ അവൾക്ക് ഇന്നും ദ്രൗപദിയുടെ അവസ്ഥ നേരിടേണ്ടി വരുന്നു. വ്യാസന്റെ മഹാഭാരതത്തിൽ നിന്നും ഇന്നും നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നും ചൂതിൽ അടിമപ്പെടുന്ന പുരുഷന്മാർ, മദ്യത്തിൽ അടിമപ്പെടുന്നവർ, തകരുന്ന കുടുംബങ്ങൾ. ഈ കാണുന്ന മൺകൂനകൾക്കുള്ളിൽ ഒരു കാലഘട്ടത്തിന്റെ പ്രതാപങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. പഞ്ചപാണ്ഡവർ വളർന്ന കൊട്ടാരക്കെട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലം. ഒന്നും ഒരിക്കലും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി തരുന്നു. എത്ര വലിയ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും ഒരിക്കൽ മണ്ണായി മാറ്റപ്പെടും എന്നത് ഒരു സത്യമായി കൺമുന്നിൽ തന്നെ കാണാം. ക്ഷണഭംഗുരമായ ഈ ജീവിത സുഖങ്ങൾക്കാണ് മനുഷ്യൻ ഓടിപ്പാഞ്ഞു നടക്കുന്നത്. ഞാൻ എൻ്റെ എന്നൊക്കെ കരുതി വെട്ടിപ്പിടിക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ മരിച്ചു വീണ കുരുക്ഷേത്രത്തിലെ യുദ്ധം ഈ മൺകൂനകൾക്ക് വേണ്ടിയായിരുന്നു. എന്തും ആവശ്യത്തിലധികം ഉണ്ടാകുന്നത് മനുഷ്യവംശത്തിന് ആപത്തു തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ കാടുകൾ പ്രകൃതിയുടെ ശക്തിയും മനുഷ്യന്റെ നിസ്സഹായതയും വെളിവാക്കി തരുന്നു.
ഇവിടെ 3 ചെറുപ്പക്കാരുണ്ട്. യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണെന്നറിഞ്ഞപ്പോൾ അവർക്കും കൗതുകം. अच्छा मेरठ से मैं मेरठ का आगे गाजियाबाद से ओके जी फिर मिलेंगे ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചായി സുശീൽജിയുടെ സംസാരം. ആശകളുടെ പിന്നാലെ ഓടിത്തളരുന്ന മനുഷ്യർ. ഈ കുന്നിറങ്ങിയെത്തുന്നത് മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ്. പാണ്ഡവർ ആരാധിച്ചിരുന്ന ശിവക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു. നാല് മൂലകളിലും ഓരോ കുംഭങ്ങളോടുകൂടിയ മതിലാണ് ക്ഷേത്രത്തിനുള്ളത്. ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠ. ഖനനത്തിൽ കണ്ടെടുത്ത ഈ പ്രതിമകൾ പാണ്ഡവരുടേതാണെന്ന് പറയപ്പെടുന്നു. ശിവലിംഗം ഇന്ന് പകുതിയേ കാണാനുള്ളൂ. പകുതി ഭാഗം അടർന്നു പോയതോ തേഞ്ഞു പോയതോ ആണെന്ന് തോന്നുന്നു. ഇതും കാലത്തിന്റെ കുത്തൊഴുക്കിൽ വിരൂപമായിരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ ഭക്തർ സ്വയമാണ് പൂജകൾ ചെയ്യുന്നത്. വഴിപാടുകളും മറ്റും കാണാനേയില്ല. അന്നദാനം മാത്രമാണ് ഭക്തർ നടത്തുന്ന വഴിപാട്. ക്ഷേത്രത്തിന്റെ ചുറ്റും കാണുന്ന ഭാഗം പിന്നീട് ഏതോ ഒരു ഭക്തൻ പണിതതാണ്. മതിലിന്റെ മൂലകളിലെ കുംഭാകൃതിക്കുള്ളിൽ ഇത്തരത്തിലൊരു മുറിയാണ്. ഖനനത്തിൽ കിട്ടിയ ചില ശിലാരൂപങ്ങളാണിവ. ഈ കാണുന്ന കെട്ടിടത്തിൽ കുറച്ച് സന്യാസിമാർ താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു തുരങ്കത്തിന്റെ മുഖം കാണാം. മണ്ണ് കയറി മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇതുപോലെ ഒരു തുരങ്കത്തിലൂടെയായിരുന്നു ദുര്യോധനന് വേണ്ടി പുരോചനൻ നിർമ്മിച്ച ലാക്ഷാഗൃഹത്തിൽ നിന്ന് പാണ്ഡവർ രക്ഷപ്പെട്ടത്. ആ തുരങ്കം ഇന്ന് ബർണാവ എന്നറിയപ്പെടുന്ന ബാഗ്പത്തിലെ ഒരു സ്ഥലത്താണ്. പണ്ടത്തെ വാരണാവതമാണ് ഇന്നത്തെ ബർണാവ. ഒന്ന് കണ്ണടച്ച് ആ പഴയ മഹാഭാരത കാലങ്ങൾ മനസ്സിലൊന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇത് ക്ഷേത്രത്തിന്റെ പുറകുവശമാണ്. 4 മൂലകളിലെ സ്തംഭങ്ങളും ക്ഷേത്രവും മുഴുവനായി ഇവിടെ നിന്നും കാണാം. ഈ ക്ഷേത്രത്തിനകത്തും ഒരു പഴയകാല കിണറുണ്ട്. ക്ഷേത്രാവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്നത് ഇവിടെ നിന്നാണ്.
ക്ഷേത്രത്തിനു മുന്നിലെ ഈ ആൽമരവും നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. വൃക്ഷങ്ങളിൽ നിന്ന് വിവരങ്ങൾ ഗ്രഹിക്കാനുള്ള ഉപകരണം ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് നേരിട്ട് അറിയാനാകുമെന്നായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. പാണ്ഡൗട്ടിലെയും വിദുർക്കാട്ടിലെയും രഹസ്യങ്ങളുമായി തുടരുന്നു. ഇതുകൂടാതെ ധാരാളം ജൈനക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. ഹസ്തിനപുരത്തിന്റെ പൗരാണികത മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിനാൽ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. വീണ്ടും യാത്രയാണ്. ഉരുളക്കിഴങ്ങ് വിളവെടുപ്പ് നടക്കുന്ന പാടങ്ങൾക്കരികിലൂടെ യാത്ര തുടരുന്നു. ഇനിയും ചരിത്രങ്ങളുടെയും പുരാണങ്ങളുടെയും ആഴങ്ങളിലേക്ക് അവസാനിക്കാത്ത യാത്ര. ജനപദങ്ങളുടെ സംസ്കാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള, തൊട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്ര. ചരിത്രത്തിന്റെ മറ്റൊരേടുമായി വീണ്ടും കാണാം. നമസ്കാരം.